ഇന്ന് പ്രണയത്തിൻ്റെ പേരിൽ, അതും ഈ അടുത്തിടെ ഞാൻ കേട്ടതാണ്, നമ്മുടെ നാടിൻ്റെ തൊട്ടപ്പുറത്ത് നടന്നൊരു സംഭവം. രണ്ടാളും കൂടി പ്രണയിച്ച് അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പോലീസിൻ്റെ അടുത്ത് കാമുകൻ്റെ കൈ ഇങ്ങനെ ചേർത്തിട്ടായിരുന്നു അത്ര ഈ പെൺകുട്ടി ഇരുന്നത്. സ്ഥലവും ഇതൊന്നും ഞാൻ പറയുന്നില്ല, കുടുംബവും ഞാൻ പറയുന്നില്ല. ഈ പോലീസുകാരൻ്റെ മുമ്പിൽ. അപ്പോൾ ഈ പോലീസുകാരൻ പറയാണ്, കൈ വിടുമോളെ, ഞാനല്ലേ നിൻ്റെ മുമ്പിലിരിക്കുന്നത്, നീ എന്തിനാ കൈ പിടിക്കുന്നത്? സാർ, ഇത് വിട്ടുകഴിഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ സാറ് പറയണം, മോളെ ഇത് പോലീസ് സ്റ്റേഷനാണ്, അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, നീ ആ കൈയൊന്ന് വിട്. ആ സമയത്ത് ഈ രംഗം കണ്ടിട്ട് ഉമ്മ ബോധം കെട്ട് വീഴാണ്. താൻ ഇതുവരെ വളർത്തിയ 18കാരിയായ തൻ്റെ പെൺകുട്ടി, ആ പെൺകുട്ടി അവസാനം തൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോലീസുകാരൻ പറയുന്നത് പോലും കേൾക്കാതെ കാമുകൻ്റെ കയ്യിനെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചുകൊണ്ട് അടർത്താൻ കഴിയാതെ അങ്ങനെ ഉമ്മ തളർന്നു വീണപ്പോൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഉമ്മ തളർന്നു വീണപ്പോൾ മോള് പറഞ്ഞ വാക്ക്, അത് ഉമ്മൻ്റെ അഭിനയമാണ്, ഉമ്മക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്നാണ്. ഉമ്മമാരെ പോലും അഭിനയത്തിൻ്റെ ചക്രവർത്തികളാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഈ മക്കളുടെ കാലത്ത് നമ്മൾ എവിടെ നിന്നാണ് സംസ്കാരം പഠിക്കേണ്ടത്? ഏത് ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്? കാരണം ലോകത്തിൽ മുഴുവനും ഇന്നൊരു കരാളഹസ്തം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നു. കാരണം ആ കാലഘട്ടത്തിലേക്ക് വളർന്നു വന്ന ആളുകളെ മാറ്റുന്നതിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും എളുപ്പവും ഈസിനെസ് വേ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ മാറ്റലാണ്. വിദ്യാർത്ഥികളെ മാറ്റാൻ പറ്റിയാൽ പിന്നീട് ഒരു സൊസൈറ്റി വരുമെന്നാണ് എത്തീസ്റ്റുകൾ അവർ മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എത്തീസ്റ്റുകളുടെ ലോകം അതാണ്.